കൊച്ചി കോർപ്പറേഷനിൽ NDA ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. BJP നേതൃത്വവുമായി ഉടക്കിയ ശ്യാമള എസ് പ്രഭുവിന്റെ പേര് ആദ്യ ലിസ്റ്റിലില്ല. UDF വിട്ടുവന്ന സുനിത ഡിക്സന് സീറ്റ് നൽകി. ഹിജാബ് വിവാദമുണ്ടായ സ്കൂളിലെ PTA പ്രസിഡന്റ് NDA സ്ഥാനാർത്ഥിയുമാണ്. ആൻ മരിയ സണ്ണി കൊച്ചിയിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. NDAയുടെ ആദ്യഘട്ട പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ സർപ്രൈസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ തന്നെ ഈ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തിയ ശ്യാമള എസ് പ്രഭുവിന് സീറ്റില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഹിജാബ് വിവാദമുണ്ടായ സ്കൂളിലെ അധ്യാപകൻ അല്ലെങ്കിൽ PTA പ്രസിഡന്റിന് സ്ഥാനാർത്ഥിത്വം നൽകി എന്നുള്ളതാണ്. എന്താണ്, ഏത് രീതിയിലാണ് ഈ പ്രഖ്യാപനം ഇന്നുണ്ടായത്? എത്ര സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്? സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് 30 സീറ്റുകൾ BJP, 2 സീറ്റുകൾ ഘടകകക്ഷികൾ എന്ന രീതിയിലാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപായിരുന്നു BJPയുടെ ഓഫീസിൽ വെച്ച് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം നടക്കുന്നത്. അതിലായിരുന്നു ഏറ്റവും നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിൽ പാർട്ടിക്കെതിരെ പല വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും ഒറ്റയ്ക്കെത്താൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന രീതിയിലേക്ക് വന്നിരുന്ന ശ്യാമള എസ് പ്രഭു ഇത്തവണ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ശ്യാമള എസ് പ്രഭുവിന്റെ പേരില്ല. 32 വർഷമായിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആളാണ്. 6 വർഷമായിട്ട് ചെർളായിലെ തന്നെ പല ഭാഗങ്ങളിലും 6 തവണ മത്സര രംഗത്തേക്ക് വന്നയാൾ കൂടിയാണ്, വിജയിച്ചയാളാണ്, മുൻ BJP നേതാവാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഉയർന്ന തലത്തിലേക്ക് നിന്നിരുന്ന ആളാണ് ശ്യാമള എസ് പ്രഭു. അദ്ദേഹത്തിന് അവർക്ക് ഇത്തവണ സീറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പകരമായിട്ട് വന്നിരിക്കുന്നത് പ്രവിത ES എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് ഇത്തവണ അവിടെ മത്സരിക്കുന്നത്. അതുതന്നെയായിരുന്നു ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട് വന്നിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, പള്ളുരുത്തി ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉയർന്നു വന്നിരുന്ന സ്കൂളാണ്. ആ സ്കൂളിലെ സ്കൂളിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോഷി കൈതവളപ്പിൽ ഇത്തവണ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. NPPയുടെ പാർട്ടിയിലെ അംഗമാണ് ജോഷി കൈതവളപ്പിൽ. അദ്ദേഹം പള്ളുരുത്തിയിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ 32 സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അടുത്തഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മുന്നോട്ട് വരും. കോൺഗ്രസിന്റെ CPMന്റെയും കഴിഞ്ഞു വന്നിരിക്കുന്ന കാലങ്ങളിലെ എല്ലാം ഈ പരാജയങ്ങളെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വികസന നേട്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് NDA പറയുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ശ്യാമള എസ് പ്രഭു തന്നെയാണ് ഇത്തവണ NDAയുടെ ചർച്ചാ വിഷയമാകുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് BDGS ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ BDGS ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർ 7 സീറ്റുകളിൽ BDGSന് തർക്കം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും BDGSന്റെ ഇതിനകത്തുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തുവരിക. ആൻ മരിയ സണ്ണിയാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.